I can't feel no better. What's this knob do? What's this knob do? അപ്പൊ ഓക്കെ. എടാ, ഇന്ന് തന്നെ നടത്തണോ നിന്റെ പ്രാക്ടിക്കൽ? ആടാ, വെച്ച് താമസിപ്പിച്ചാൽ ശരിയാവൂല. എടാ, പഠിച്ചതല്ല ഓർമ്മയില്ലേ? ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിച്ചാ ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൊണ്ടിട്ട് വരാം. എടാ, നിന്നെ ടൂൾസ് തമ്മിൽ കൂട്ടിമുട്ടാതെ നോക്കണേ. എടപ്പ എന്നോട് ആശുമോനെ, നല്ലൊരു കാര്യത്തിന് ഇറങ്ങുന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ട്. നല്ല കാര്യം, അത് നിനക്ക് മാത്രം, ഞങ്ങൾക്കല്ല. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ടൂൾസ് ആണ് മെയിൻ. ടൂൾസ് ഒന്ന് അങ്ങടോ ഇങ്ങടോ മാറിപ്പോയാ എടുത്ത പണി മുഴുവൻ വെറുതെ ആവും. ടൂൾസോ? ഇവ നന്നായോ? ഇത് സാറാമേ, പിള്ളേര് ടൂൾസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അധ്വാനികൾ ഓഫീസിലെ വർക്ക് പോരാനിട്ട് ടൂൾസ് ഒക്കെ കൊണ്ട് എന്തൊക്കെയോ വർക്ക് ചെയ്യുന്നുണ്ട്. പാവങ്ങൾ. അത് പിന്നെ എന്റെ അല്ലേ വിത്ത്, അങ്ങനല്ലേ വരൂ. എടാ, പോയി അപ്പന്റെ അനുഗ്രഹം വാങ്ങും. ഇത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ മുതിർന്നവരുടെ അനുഗ്രഹം ഉള്ളത് നല്ലതാ. അയ്യേ, ഇതിനൊക്കെ പോകുമ്പോ അനുഗ്രഹം മേടിക്കണം. വേണം, നീ ചെല്ല്. അപ്പന്റെ മോൻ ഇന്നൊരു വലിയ പണിക്ക് പോവാണ്. അനുഗ്രഹിക്കണേ അപ്പാ. എന്റെ മോൻ ഒന്നും പറയണ്ട, എനിക്കറിയാം എന്റെ മോൻ അത്രക്ക് ചെറ്റൊന്നുമല്ലെന്ന്. എന്റെ കുരിശു മുത്തപ്പ, എന്റെ മോന് അവൻ ചെയ്യാൻ പോകുന്ന പണി ഒരു തടസ്സവും കൂടാതെ നടത്താൻ കഴിയുന്നു. എടാ, ഇനി നിന്റെ അപ്പം വല്ലതും അറിഞ്ഞിട്ടാണോടാ? ഒന്ന് പോടാ, പേടിപ്പിക്കാതെ. കാലിടറിയേക്കാം, ഇടക്ക് വെച്ച് പല പ്രതിസന്ധികളും വന്നേക്കാം. ചിലപ്പോ എന്റെ മോന്റെ കയ്യിൽ നിൽക്കാതെ വന്നേക്കാം. എന്നാലും പതറരുത്, വിജയം കാണണം. പണി പൂർത്തിയാക്കി വിജയശ്രീലാളിതനായി തിരിച്ചു വരും മകനെ. ആ നിൽക്ക്, ഇന്നാ ഈ ടവൽ വെച്ചോ. നന്നായി വിയർക്കുന്ന പണിയല്ലേ, ഇരിക്കട്ടെ. എടാ, അപ്പൻ വല്ല അറിഞ്ഞോണ്ടാണോ ഇനി പറയണേ? പറയണതല്ല സ്ഥാനത്ത് കൊള്ളുന്ന പോലെ. പാവോ അപ്പൻ, കളി കാണാതെ ആട്ടം ആടുന്നു. നീ എന്തായാലും പോയുവാ. പിന്നെ പറഞ്ഞത് മറക്കണ്ട, ടൂൾസ് ഇവിടെ വെട്ടി. സിൻഡ്രു, ആ ക്രിസ്റ്റി, വാ. എന്താ വന്നത്? എനിക്ക് നിന്നെ കാണാൻ വരാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണം? ഓ അങ്ങനെ. എന്നാ നീ ഇരിക്കേ, ഞാൻ കുടിക്കാൻ വല്ലതും എടുക്കാം. ഒന്നും വേണ്ട, നീ ഇവിടെ ഇരിക്കേ. എനിക്കിപ്പോ ദാഹമല്ല, വിശപ്പുള്ളേ. ഓ, എന്നാ നീ ഇരിക്കേ. കിച്ചണില് എഗ് റോസ്റ്റും വെള്ളയപ്പുണ്ട്. ഓ മാങ്ങാണ്ടി, നിനക്ക് എന്താ ഞാൻ പറയുന്ന കത്താത്തത്? എന്ത് കത്തുന്നില്ലെന്നാ പറയുന്നേ? എന്റെ സിൻഡ്രു, എനിക്ക് എഗ് റോസ്റ്റ് തിന്നാനുള്ള വിശപ്പല്ല, നിന്നെ തിന്നാനുള്ള വിശപ്പ. വാട്ട്? എഴുന്നേക്ക്. എഴുന്നേക്കാൻ. ആഹാ, ചെക്കന്റെ പൂതി കൊള്ളാലോ. എന്നാ എനിക്കെന്താ തിന്നൂടെ? നീ ആദ്യം ഈ ഭക്ഷണത്തരം പറിച്ചിൽ നിർത്ത്. അതെന്റെ കൂടെപ്പിറപ്പായി പോയി, ഇനി മാറ്റാനൊന്നും പറ്റത്തില്ല. ആണോ? എന്നാ മോൻ ആ കൂടെപ്പിറപ്പിനെ വിളിച്ചോണ്ട് സ്ഥലം വിടാൻ നോക്ക്. സിൻഡ്രു, എന്താണ് സിൻഡ്രു, നമ്മളിപ്പോ ലവ്വേഴ്സല്ലേ? ആണെങ്കിൽ മിനിറ്റിന് കിസ് ചെയ്തോടെ നടക്കണോ? ഓ ഗോഡ്, ഡോണ്ട് ടെൽ മീ നീ ആന്റി റൊമാൻറ്റിക് ആണെന്ന്. ആ അതെ, ഞാൻ ആന്റി റൊമാൻറ്റിക്കാ. എന്നാ ഞാൻ എന്തായി കേൾക്കുന്നേ? അപ്പൊ ഞാൻ ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ച എന്റെ പ്രാക്ടിക്കൽ. എന്തുവാ പ്രാക്ടിക്കലോ? ക്രിസ്റ്റി, ഇനി പെണ്ണം കണ്ട 1 kiss, കേട്ടല്ലോ? നോട്ട് മോർ ദാൻ ദാറ്റ്. ഓക്കെ. ഇവനെ പറ്റിക്കാം. ഒരു പൂവെന്ന് പറഞ്ഞിട്ട് ഒരു പൂക്കാലം കൊടുക്കാം. ഓക്കെ, വാ, ഇങ്ങടുത്ത് വാ.
ക്രിസ്റ്റി, ഞാൻ എന്നോട് പറഞ്ഞായിരുന്നില്ലേ, ഒഫീഷ്യലായിട്ട് 2 ഫാമിലി നമ്മളെ അംഗീകരിച്ചിട്ട് മതി, ബാക്കി എന്തുവന്ന്. ഈ മൂട് കളയല്ലേ. ഞാൻ പിന്നെ പഠിച്ച് പ്രാക്ടിക്കലൊക്കെ ആരുടെ അടുത്ത് പോയി ട്രൈ ചെയ്യും. ഇത് നമുക്ക് 2 പേർക്കും ആവശ്യമുള്ളതാണെന്ന് നമുക്ക് 2 പേർക്കും നന്നായിട്ട് അറിയാം. സോ നീ ഒന്നും മിണ്ടണ്ട, ഓക്കെ? ക്രിസ്റ്റി, എനിക്ക് പേടിയാ. പേടിക്കണ്ട, ഞാനില്ലേ കൂടെ, എല്ലാം ഞാൻ നോക്കിക്കോളാം. കർത്താവേ, എന്റെ പേടി ഞാൻ ആരോട് പറയും? പേടിച്ചിട്ട് മുട്ടത്തി ചീരത്തണ്ടാടുന്ന ഒരാടുവാ. ഇറങ്ങി വരെയും ചെയ്ത് ഈ തിരിച്ചു പോയ മാനം കിടും. ഇവന്റെ മുഖം കണ്ടിട്ടാണ് കൺട്രോൾ പോലും. എന്തും വരട്ടെ, എന്റെ കളരി പരമ്പര ദൈവങ്ങളെ ശക്തി തരണേ. Sorry. നാശിപ്പിച്ച്. ഇതാരാ? റോസ്, അത് ഞങ്ങൾ വെറുതെ. ക്രിസ്റ്റി, ഇതെന്റെ ഫ്രണ്ടാ. ഇവക്കൊക്കെ വരാങ്ങണ്ട നേരം. സോറി, ഞാൻ പോയിട്ട് പിന്നെ വരാം. വേഗം വെക്കോ. ക്രിസ്റ്റി, റോസ്, എവിടെയും പോകണ്ട. ഞങ്ങൾ ചുമ്മാ വാ, ക്രിസ്റ്റിയെ പരിചയപ്പെടണ്ടേ. ഓ യെസ്, ഹായ്, ഐ ആം റോസ്, ഹാരിയുടെ ഫ്രണ്ട്. ഹായ്, ഞാൻ ക്രിസ്റ്റി. ഓ വേണ്ട, പരിചയപ്പെടുത്ത ഒന്നും വേണ്ട, എനിക്കറിയാം നന്നായി, ഹാരി പറഞ്ഞിട്ടുണ്ട്. എന്നെ ഇത്ര പറയാനായിട്ട്. എന്റെ ടൂളൊന്ന് പുറത്തേക്ക് എടുക്കാൻ പോലും സമ്മതിച്ചില്ല. നാശം, ഇവക്ക് വരാൻ കണ്ട സമയം. എനിക്കെന്തോ ശാപമുണ്ട്. കണ്ണാ നീ ഉറങ്ങടാ, കണ്ണാ നീ ഉറങ്ങടാ. സുമേഷ്, എഴുന്നേൽക്കണ്ട, ഉറങ്ങിക്കും. നമുക്ക് വിധിയില്ല മിനി. എന്തോ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? ഞാൻ വെറുതെ. അല്ല, ചേച്ചിക്ക് ഉള്ളി സവാളയൊന്നും വാങ്ങാനില്ലേ? അതൊക്കെ ഞാൻ ഇന്നലെ തന്നെ വാങ്ങി വെച്ചു. ശാപം. എന്നാലും ഒന്ന് നോക്കായിരുന്നില്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിലോ വാങ്ങാൻ. എന്നെ പറഞ്ഞുവിടാൻ എടുക്കായോ? ഞാൻ പോയേക്ക വേണമെങ്കിൽ. റോസ്, ക്രിസ്റ്റി വെറുതെ ഇരിക്കും. ക്രിസ്റ്റി, നീ എന്താ ഒരു മാനേഴ്സ് ഇല്ലാതെ. ഇപ്പോടാ, എന്നെ അടക്കാൻ അമ്പിടുന്ന പാട് എനിക്കറിയും. ഞാനൊന്ന് ആസ്വദിച്ചു വരുമായിരുന്നു. കറക്റ്റ് ടൈമിൽ അവള് വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എൻട്രൂ, ഇങ്ങനെയൊന്നും മനുഷ്യപ്പേരില്ലാതെ സംസാരിക്കല്ലേ, ഞാൻ പോണു. അതെന്താ അങ്ങനെ ഒരു പോക്ക്? ഇനി എന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. എന്റെ സുമേഷ് ഉറങ്ങി. അതെ, മുട്ടയും കുട്ടിയും വെള്ളയപ്പം കഴിച്ചിട്ട് പോവാ. വേണ്ട, അവളുടെ ഒരു മുട്ടേനെ കേൾക്കുന്നത് എനിക്ക് പലർത്തിയ. ഓക്കെ ചേച്ചി. ഇത്ര പെട്ടെന്ന് വന്നോ? മൊത്തത്തിലുള്ള ലുക്ക് വെച്ച് നോക്കിയാ തളർച്ച, ക്ഷീണം, വേച്ചുള്ള നടത്തം എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്റെ കൂട്ടുകാരന്റെ ചാരിത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു. മോനെ, ഹോർലിക്സ് ഇട്ട് പാലെടുക്കട്ടെ. എന്തിന്? അല്ല, പ്രാക്ടിക്കൽ കഴിഞ്ഞ് തളർന്നു വരുമല്ലേ. പ്രാക്ടിക്കൽ കോപ്പ്, അടപടല മൂഞ്ചിയട പുല്ല്. എന്റെ ടൂൾസിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ തുടങ്ങുമായിരുന്നു. അപ്പൊ ഒരു കോപ്പയ്ക്ക് വന്നെല്ലാം നശിപ്പിച്ചു. പ്രേംബഗോരിയുടെ ശാപ. സ്വന്തം കൂട്ടുകാരനെ അനാഥ പ്രേതം പോലെ അലയാൻ വിട്ടിട്ട് കിന്നാരത്തുമ്പി കളിക്കാൻ പോയതിനെ കിട്ടിയ ശാപം. നിനക്ക് അങ്ങനെ തന്നെ വേണോടാ. ഒന്ന് പോടാ. ആ പെണ്ണിന്റെ മുമ്പിൽ വെച്ച് എന്റെ സുമേഷിനെ ഉറക്കാൻ ഞാൻ പെട്ട പാട്.
ഓ സുമേഷും വരുമായിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ. എനിക്ക് പ്രാക്ടിക്കല് വിധിച്ചിട്ടില്ലടാ. ആ നീ പ്രാക്ടിക്കല് മാത്രം തലയിലെടുത്തോണ്ട് നടക്കാതെ ബാക്കി കാര്യങ്ങൾ എങ്ങനെ സെറ്റാക്കാന്ന് നോക്ക്. ബാക്കി എന്ത് കാര്യമാ? അതുകൊള്ളാം, 2 വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ നിനക്ക് കെട്ടണ്ടേ? ആ വേണം വേണം. കെട്ടിക്കഴിഞ്ഞാൽ എന്റെ ഫസ്റ്റ് നൈറ്റ് ഞാനൊരു പൊടിക്കോ പൊടിയാവോ എന്നൊക്കെ കണ്ടറിയണ രമണിയെ. ആദ്യം നിന്റെ അപ്പങ്കാലനെ വളച്ച് ചാക്കിലാക്കണം. അതിനൊരു ഐഡിയയാണ് നമുക്ക് വേണ്ടത്. അപ്പനെ 70s ഗെറ്റ് ടുഗദർ എന്നും പറഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിട്ടാലോ? അപ്പന് വേണ്ടത് ലവ് ഉണ്ടായിരുന്നു. ലില്ലി തുത്തുരു വർഗീസ്. ചിലപ്പോ ആ പേര് കേട്ട കന്നിമാസത്തിലെ പട്ടി പോകുന്ന പോലെ ഒരു പോക്കങ്ങ് പോയാലോ? നീ സിൻഡ്രോനെ കാണുമ്പോ പോകുന്ന പോലെയല്ലേ? എടാ മതി, ആവശ്യത്തിനുള്ള ഊക്ക് ഓൾറെഡി ഇന്നായിട്ടുണ്ട്. ഇനി താങ്ങാൻ ഈ ബോഡിക്ക് ശക്തിയില്ലടാ. ഈ പ്രിൻസിന്റെ തലയിൽ ഒരു ഐഡിയ വന്നിട്ടുണ്ട് നിന്റെ അപ്പനെ വീഴ്ത്താൻ. അത് മതി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ഹീറോയാ? ഏത് ഹീറോ? നിന്റെ അപ്പൻ. ആ അങ്ങേര് പള്ളിയിൽ പോയി. ഓക്കെ, അപ്പൊ നാളെ നേരെ കിടക്കുമ്പോ എല്ലാം സെറ്റ്. അതിനു മുന്നേ എനിക്കൊരാളെ മീറ്റ് ചെയ്യാനുണ്ട്. എന്റെ ചേച്ചിയുടെ മോൾ ക്യൂട്ടി പിങ്കി. എടാ നമ്മളും പിങ്കിയും തമ്മിൽ എന്ത് ബന്ധം? എടാ അവളുടെ അടുത്തുനിന്ന് ഒരു സാധനം അടിച്ചു മാറ്റണം. റിസ്ക് ആണ്. ആ ഇറിച്ചിൽ സമ്മതിക്കുമെന്ന് അറിയില്ല. പറഞ്ഞു വരുമ്പോ 5ാം ക്ലാസ്സിലാണേലും 55 വയസ്സായ തള്ളമാരെ പോലെയാ. എന്നെ കണ്ടാ തുടങ്ങും, മാമനെ പെണ്ണ് കിട്ടിയില്ലേ, പെണ്ണില്ലേ മാമ, പെണ്ണില്ലാത്ത മാമൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കൽ. എന്തായാലും നൈറ്റ് 2 മണിക്ക് ഞാൻ വരും, നമ്മുടെ പ്ലാൻ വർക്ക്ഔട്ട് ആക്കാൻ. നീ കാത്തിരിക്കണം. ഓട്ടെ ഷോപ്പേ. ശരി ബാബു വേട്ടാ. എടാ പടേ എണ്ണ ഒഴിച്ച് കാവലിരിക്കാന്ന് പറഞ്ഞിട്ട് പൂത്തിറങ്ങുന്ന പോലെ അവിടെ ഉറങ്ങുന്നു. വീടിന് കിടന്നാറി. സിൻഡ്രു ഒരു ഉമ്മ കൂടി താ പ്ലീസ്. പട്ടിക്കിട്ടടാ എടുപ്പിട്ടടാ. കൊള്ളാലോ, നീ സെക്സി ഡ്രസ് ഒക്കെ ഇട്ട് ഇനി സീഡ്യൂസ് ചെയ്യാൻ വന്നതാണ്. ചേട്ടൻ ഓൾറെഡി വളരെ നല്ല മുത്തേ, ഒരു ഉമ്മ തരട്ടെ, ഇങ്ങ് വാ. എനിക്ക് പോക്കാല. ആ അമ്മേ, ഞാൻ കുക്കിയില് വീണേ. എന്റെ പ്രാക്ടിക്കൽ സുമേഷ്. അതവലാതി. എന്റെ കർത്താവെ, ഇതുപോലെ ഉമ്മറിനായി പോയല്ലോ എനിക്ക് കിട്ടിയത്. അയ്യേ, എടാ നീ എന്താണ് ഒരു മലയാള ക്രിസ്മീനെ പോലെ? വല്ലതും പറഞ്ഞാ കൂടിപ്പോകും. നിന്റെ അപ്പനെ വളക്കണം. അയ്യേ, അപ്പനെ വളക്കാനാണോ നീ കുട്ടി ഉടുപ്പൊക്കെ ഇട്ടോന്നേക്കെ? തന്നെ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. നീ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന്? മകനെ എഴുന്നേൽക്കൂ. മകനെ പിണ്ണാക്ക് മോറ. മകനെന്ന് വിളിച്ച് നാക്കോട്ട് വേറൊന്നും വിളിപ്പിക്കരുത്. എഴുന്നേക്കിടക്കാവാ. മകനെ. അയ്യോ, ആരാ? മത്തായി, നിനക്ക് സ്വസ്തി. ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവത്തിന്റെ മാലാഖയാകുന്നു. മാലാഖ എന്താണ് പെണ്ണുങ്ങളുടെ ഡ്രസ്സിൽ? ഇതൊരുമാതിരി ക്യാബറ കളിക്കാൻ പോണ പോലെ ഉണ്ടല്ലോ. മാലാഖമാർ ശരിക്കും വെള്ള ഡ്രസ്സല്ലേ ഇടണേ? ആ, ഇപ്പൊ ഇതൊക്കെയാണ് ഇടണം. ഞങ്ങൾക്ക് വേണ്ട ഒരു ചേഞ്ച്. മകനെ, സ്വർഗത്തിലെ ഫാഷൻ ട്രെൻഡ്സ് എല്ലാം മാറിയത് മകൻ അറിഞ്ഞില്ലേ? അയ്യോ, അറിഞ്ഞില്ല മാലാഖെ. ആ, എന്നാ ഇപ്പൊ അറിഞ്ഞല്ലോ. ഞാൻ വന്നതിന്റെ കാര്യം പറയാം. നിങ്ങളുടെ മകനും അവൻ സ്നേഹിക്കുന്ന ഹാരിയും തമ്മിലുള്ള കല്യാണം നിങ്ങൾ നടത്തി കൊടുക്കണമെന്നാണ് ദൈവത്തിന്റെ അരുളപ്പാട്. പിന്നെ ദൈവം അങ്ങനെയൊന്നും പറയൂല. എടക്കേളവാ, ദൈവത്തിന് എന്നേക്കാൾ കൂടുതൽ തനിക്കറിയോ? ഇല്ലല്ലോ. ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇങ്ങോട്ട് ഓവർ ടോക്കിംഗ് ഒന്നും വേണ്ട. നീ സമ്മതിക്കണം, നടത്തി കൊടുക്കണം ആ കല്യാണം. ഞാൻ സമ്മതിക്കൂല, എനിക്ക് നാണക്കേടാണ്. എടോ മനുഷ്യ, ദൈവം വരെ അപ്ഡേറ്റഡ് ആയി. താനിപ്പോഴും പൊട്ടക്കിണറ്റി കിടക്കണേണോ? പറഞ്ഞത് കേട്ടേച്ചാ മതി. അല്ലേ ഇനി വരാൻ പോണത് ദൈവമായിരിക്കും. വെറുതെ ചാട്ടവാറടി വാങ്ങണം. അയ്യോ വേണ്ട, ഞാൻ നടത്തി കൊടുത്തോളാം, എനിക്ക് സമ്മതമാ. ആ എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോവാ. പോയിട്ട് വേണം ഈ ഡ്രസ്സ് ക്യൂട്ടി പിങ്കിക്ക് തിരിച്ചു കൊടുക്കാൻ. ക്യൂട്ടി പിങ്കിയോ? അതാരാ? ഓ പണ്ടാറം, അത് സ്വർഗത്തിലെ കുക്ക. ഇത് അവളുടെ ഡ്രസ്സാ. എന്തായാലും ഈ ഡ്രസ്സിൽ മാലാക സെക്സി ആയിട്ടുണ്ട്. എനിക്ക് മാലാകയുടെ ക്രഷ് ഉണ്ട്. ആ വേണ്ടത് ഞാൻ പറയുന്നോ കേളവാ? സോറി, ഒന്ന് വലയെറിഞ്ഞു നോക്കിയതാ വീഴോന്ന്. ചുളിവിൽ സ്വർഗത്തിൽ പോകാൻ. നിങ്ങൾ സ്വർഗത്തിൽ പോകൂല, നിങ്ങളുടെ മകന്റെ കയ്യിലിരിപ്പ്. അങ്ങനെയാണ് കാവാ. എന്നാ ഞാൻ പോവാ. അല്ല മാലാഖയുടെ പേര് പറഞ്ഞില്ലല്ലോ. പേര് പ്രിൻസി ഫ്രം നോർത്ത് ഹെവൻ. ഓക്കെ, എന്നാ ടാറ്റ. പോരുന്നോ? പോണ വഴിക്ക് നരകത്തിൽ ഇറക്കി വിടാം.
ഓ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു മാലാഖിനെ കാണണേ. ദൈവം അറിഞ്ഞ അയച്ചതാ എന്റെ ടേസ്റ്റ് മനസ്സിലാക്കി. കള്ളക്കിളവൻ വെറുതെ അല്ല എന്റെ കൂട്ടുകാരനൊരു വികാരിയായി പോയത്. ഇങ്ങരുടെ അല്ലേ മകൻ. ആ, എല്ലാം സെറ്റായിട്ടുണ്ട്. നീ അങ്ങനെ നാളെ എഴുന്നേറ്റ് എന്ത് വിവരക്കേടാ വിളിച്ചു പറയുന്നത് നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. എടാ, അപ്പൊ നാളെ ഓക്കെ അല്ലെങ്കിലോ? ഓക്കെ അല്ലേ പ്ലാൻ ചെയ്യിട്ട് എന്നർത്ഥം. എടാ, പിന്നെ എന്തോ ചെയ്യും, എനിക്ക് വൈകുന്നോ ചാവാൻ പോവാ. അങ്ങനെയാണ് ഞാൻ കുരിശുപള്ളിയുടെ മോളിൽ നിന്ന് എടുത്ത് ചാട്. അതാവുമ്പോ ഞാൻ പറഞ്ഞു വരുത്തിക്കോളാം നിനക്ക് ദേവന് വന്ന് ചാടിയതാണെന്ന് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചാലോ? അയ്യേ, വളിച്ച കോമഡി. നീ ഒരു സൊല്യൂഷൻ പറ. ആ, ഈ പ്ലാൻ ഫ്ലോപ്പ് ആയ നമുക്ക് മുട്ടയിൽ പണിയാം. അയ്യടാ, ഞാൻ സമ്മതിക്കില്ല. ആകപ്പാടെ മനുഷ്യൻ ഒന്നേ ഉള്ളൂ. അതുകൂടി പോയാൽ ഞാൻ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. എടാ ഊളത്തെണ്ടി, മുട്ടയിൽ കൂടോത്രം നടത്തുന്ന കാര്യമാണ് പറഞ്ഞത്. തെണ്ടി ചെക്കൻ തന്തേക്കാൾ മോശം. ശിവ ശിവ.